എൻ്റെ പേര് ഗ്രേസി. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്ത് അഞ്ഞൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2018 നവംബറിലാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത്. കാരണം എനിക്ക് ചുമയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നീട് ക്യാൻസറാണെന്ന് ബോധ്യപ്പെട്ടു. അതിന് ബയോപ്സി എടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഹാർട്ടിന് വീക്കുള്ളത് കൊണ്ട് ഹാർട്ടിൻ്റെ 4 അറകളിൽ 2 അറകൾ പ്രവർത്തിക്കുന്നില്ല, പമ്പിങ് കുറവാണ്. അപ്പോൾ ബയോപ്സി ചെയ്താൽ ഓർമ്മ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ആശുപത്രി കട്ടിലിരിക്കുമ്പോൾ ഒരു ഉടമ്പടി പത്രം കിട്ടി. അതിൽ അച്ഛനെഴുതിയ ലേഖനമാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിലെഴുതിയിട്ടുണ്ട്, രോഗം വരുമ്പോൾ നമ്മൾ ഇരുന്നോട്ടിരിക്കാതെ എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിക്കണമെന്ന്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. കൃപാസനം എന്ന് കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ അവിടെയുള്ള ഒരു ബീന സൈമൻ ദമ്പതിമാർ കൃപാസനത്തിൽ എവിടെ എന്നും വരുന്നുണ്ട് മുടങ്ങാതെ. അവരെന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാനും ചേച്ചിയും കൂടി ട്രെയിൻ കയറി വന്നു. എനിക്ക് ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. കാലിന് 2 കമ്പി ഇട്ടിട്ടുണ്ട്. കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ക്യാൻസർ വരുന്നത്. എന്ന് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി. അതിനുശേഷം ബയോപ്സിയൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു, ഓർമ്മയൊക്കെ വന്നു. അതിനുശേഷം പിന്നെ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. കീമോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അൽഫോൺസ എന്ന് പറയും, ആ സഹോദരി ഇവിടെ വന്ന് അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ കീമോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു സഹോദരിക്ക്, എൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ എന്ത് വേണം അച്ഛൻ? അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് 7 വിശ്വാസ പ്രമാണം ചെല്ലുക 7 ദിവസം, പിന്നെ നിറച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞാൻ അത് ചെയ്തു വിശ്വാസത്തോടു കൂടിയിട്ട്. പിന്നെ കീമോയ്ക്ക് ധൈര്യമായിട്ട് പോയി കീമൊക്കെ ചെയ്തു. യാതൊരു വക കുഴപ്പമില്ലാണ്ട് തിരിച്ചു പോന്നു. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂട്രസ് റിമൂവ് ചെയ്യുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, പമ്പിങ്ങും കുറവാണ്. 40% ഉള്ളൂ, 45% ഉള്ളൂ. അതുകൊണ്ട് എബവ് 60%, 60% മുകളിൽ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. കീമോ ചെയ്യാൻ പോലും 60% മുകളിൽ വേണം. പക്ഷേ 45% ഉള്ളപ്പോഴാണ് കീമോ ഒക്കെ ചെയ്തത്. പക്ഷേ ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചു, ആ നേർച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ പറഞ്ഞു, അനസ്തേഷ്യ തന്ന ഓർമ്മ വരില്ല, മരണം സംഭവിക്കും, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരപ്രസാദപൂർണ്ണ മാതാവേ, ഞാൻ ജീവനോട് തിരിച്ചു വന്നാൽ, സർജറി സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ശക്തിയും അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ ധൈര്യത്തോടു കൂടി തിയേറ്ററിലേക്ക് പോകുവാനും 2 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു. കാരണം ഓവറി കുടലുമിലും മൂത്രസഞ്ചിയിലും ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. വളരെ റിസ്ക്കാണ് സർജറി നടത്തുന്നതെന്ന് ഡോക്ടർ പറഞ്ഞുള്ളത്. വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് യാതൊരു വക കുഴപ്പമില്ലാതെ നല്ല വേഗത്തിൽ തന്നെ ഓർമ്മ വരികയും വെന്റിലേറ്ററിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. ശ്വാസകോശം 40% ഉള്ള പ്രവർത്തനം. അതുകൊണ്ട് സർജറി കഴിഞ്ഞ ഉടനെ ICUയിൽ നിന്ന് വെന്റിലേറ്ററിൽ മാറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ICUയിൽ 1 ദിവസം പോലും തികച്ച് കിടന്നില്ല. എന്നെ വേഗം റൂമിലേക്ക് മാറ്റി. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് ചോദിച്ചു, യൂറിനും മോഷനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ഇല്ല, പക്ഷേ പുറത്തേക്ക് യൂറോ ബാഗും മലസഞ്ചിയൊക്കെ പുറത്തേക്ക് ഇടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഉണ്ടായില്ല. സുഖമായിട്ട് വയറ്റിൽ നിന്ന് പോവുകയും യൂറിൻ പാസ് ചെയ്യാനൊക്കെ സാധിച്ചു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ 59:1 പറയുന്ന ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തനം 118:17 തിരുവചനത്തിൻ്റെ ശക്തിൻ്റെ മേൽ കയറി വന്ന് തുടങ്ങി. അങ്ങനെ ഹാർട്ടിൻ്റെ പമ്പിങ് വർദ്ധിച്ചു. 45% പമ്പിങ് 75% വർദ്ധിച്ചു. അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് മർക്കോസ് 11:24 പറഞ്ഞു. ആ തിരുവചനം അന്വർത്ഥമാവുകയായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ വന്ന് ഫെബ്രുവരി 9 തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൽ 6 നിയോഗങ്ങൾ എഴുതി.
ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നിറയാനായിരുന്നു. പിന്നെ 5 നിയോഗങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എഴുതാൻ ഞാൻ മറന്നുപോയി. അനിയത്തിയുടെ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലുള്ള അവരുടെ വീട് വിൽപ്പന നടക്കുന്നില്ല. കോവിഡ് വന്നതിന് ശേഷം വീടിന് തീരെ വില കിട്ടുന്നില്ല. ഭയങ്കര വിൽപ്പന തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നിയോഗം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മകൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ പിറ്റേ മാസം തന്നെ വീടിൻ്റെ വിൽപ്പന നടന്നു. ഉദ്ദേശിച്ച വിലയൊക്കെ അവർക്ക് കിട്ടി. സന്തോഷമായി അവർ നാട്ടിൽ വന്ന് താമസം തുടങ്ങി. പിന്നെ എൻ്റെ ഈ ക്യാൻസർ മാറിയതിന് ശേഷം എനിക്ക് വൻകുടലിൽ TBയും അൾസറും വന്നു. ടോയ്ലറ്റ് പോയപ്പോൾ ക്ലോസറ്റ് നിറയെ ബ്ലഡായിരുന്നു. എന്താണിതെന്ന് മനസ്സിലായില്ല. പക്ഷേ ഭയമൊന്നും വന്നില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ പറഞ്ഞു അൾസറാണ്, TB ഉണ്ട്, ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് നടക്കണം, അത് ക്യാൻസർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കോളനോസ്കോപ്പി 3 പ്രാവശ്യം ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ 6 നിയോഗങ്ങളോട് സമർപ്പിക്കുമ്പോൾ ഈ നിയോഗം ഞാൻ എഴുതാൻ മറന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ നിയോഗം മാത്രം ഞാൻ എഴുതാൻ മറന്നുപോയി അമ്മേ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി കഴിഞ്ഞു, ഞാൻ എന്ത് വേണം? പക്ഷേ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ കുടലിലുണ്ടായിരുന്ന TBയും അൾസറും പരിപൂർണമായി മാറി കിട്ടി. ഈശോയ്ക്ക് നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഒരുപാട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഉടമ്പടി തൈലം കുറച്ചെടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഭക്ഷിച്ചു. തേനും ഭക്ഷിച്ചു. എനിക്ക് വിട്ടുമാറാത്ത ചുമയായിരുന്നു, അലർജി കഫാണ്. അപ്പോൾ ഈ തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ചുമയ്ക്ക് നല്ല കുറവുണ്ടായി. ഇപ്പോൾ അലർജി കഫ് കുറഞ്ഞു വന്നു. സന്തോഷമായി. അതുപോലെ നന്ദി പറയുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക്. പിന്നെ TBയുടെ അസുഖം മാറി. ബയോപ്സി എടുത്തപ്പോൾ പറഞ്ഞു ക്യാൻസർ കുടലിലില്ല, എവിടെയും സ്പ്രെഡായിട്ടില്ല. പിന്നെ പെറ്റ് സ്കാനിൽ പറഞ്ഞു CA 125 എടുത്തപ്പോൾ പറഞ്ഞു അതിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ 5ലും താഴെയായി കഴിഞ്ഞാൽ ക്യാൻസർ ഒട്ടും ഇല്ല എന്നാണ്. എനിക്ക് 3 ഉള്ളൂ. അപ്പോൾ അതിന് തമ്പുരാൻ നന്ദി പറയണം. തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞാൽ മതി. ഈ കൃപാസനത്തിൻ്റെ അമ്മ ഓരോ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി ഓരോ മക്കൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഉടനടി നടത്തി കൊടുക്കും. ഉടനടി അനുഭവമാണ് ഇവിടെ നടക്കുന്നത്. അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എത്ര മതി ഈ കൃപാസനം പത്രം എല്ലാ വീടുകളിലും പോയി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ കാല് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇവിടെ 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അമ്മോട് പറഞ്ഞു. പക്ഷെ ആരുടെയും സഹായമില്ലാതെ ഞാൻ ഇവിടെ ബാത്റൂമിൽ പോയി വന്നു. ഇവിടെ ഒരു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധമ്മയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാലിന് നിൽക്കാനുള്ള ആരോഗ്യ ശക്തി കിട്ടി. മുട്ടിലെ മജ്ജ പോയിരിക്കുകയാണ്, കമ്പിട്ടിരിക്കുകയാണ് പെർമനൻറ്റ്. അതിന് നന്ദി പറയുകയാണ് പരിശുദ്ധമ്മയ്ക്ക്. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണിയേശുവിനും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ.